ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ ശനിയാഴ്ച. ഞാൻ നല്ലൊരു ദിവസം എന്ന് പറയണില്ല, കാരണം ഇന്നലെ രാത്രിയിൽ തന്നെ ഡോണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഇവിടുത്തെ മൂത്ത മകനെന്ന് വേണമെങ്കിൽ പറയാം, റിജോ. നമ്മളുടെ എല്ലാ ഫങ്ഷൻസിനും വരുന്നതാണ്. റിജോൻ്റെ വൈഫുണ്ട് ജിപ്സിയുടെ മമ്മിയുണ്ട് ജാൻസിക്ക് ചെറിയൊരു സർജറിക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ലേക്ക് ഷോറിൽ. അവിടെ നിന്ന് അത് എന്തോ സക്സസ് ആയില്ല. എന്തിനു പറയുന്നു, വെൻറ്റിലേറ്ററിലാന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഏകദേശം സമപ്രായക്കാരാണ്. 58 വയസ്സെന്നാണ് ജിപ്സിയുടെ അമ്മയ്ക്ക്, ജാൻസി എന്ന പേര്. അപ്പോൾ എനിക്കിപ്പോൾ അത് 56 കഴിഞ്ഞ് 57ാമത്തെ വയസ്സായി. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം ഒരു സർജറിക്ക് പോയതാണ്, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമം. ജിപ്സി ഒറ്റ മോളാണ്, അവർക്ക് 2 മക്കളാണ്. അതിൽ മൂത്ത മോള് വയ്യാത്തൊരു മോളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 10:30 ഒക്കെ ആയപ്പോഴേക്കും മരിച്ചു. വെൻറ്റിലേറ്റർ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് ഒട്ടും മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മരണവാർത്തയായിപ്പോയിട്ടോ. എന്നാലും പിന്നെ എന്താ പറയുക, നമ്മൾ അംഗീകരിക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ പതിവ് എണീറ്റു. ഞാനും ഡാഡി തന്നെ ആദ്യം എണീറ്റ്. ഇപ്പോൾ എനിക്ക് ദിവസമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ മെഡിസിൻസൊക്കെ കൃത്യമായിട്ട് കഴിക്കണു, ഉറക്കം ശരിയായത് അതുകൊണ്ടായിരിക്കാം. ശരിക്കും 6:30-7 ആകുമ്പോഴേക്കും ഞാൻ എണീക്കുന്നുണ്ട്. അപ്പോൾ എണീറ്റ് നേരെ വെളുത്ത സത്യം പറഞ്ഞാൽ ഒരു പണിയില്ല, കാരണം ഒക്കെ തലേ ദിവസം ചെയ്ത് വെക്കുകയില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വ്യസനിച്ചിട്ടല്ലേ പോയത്. അപ്പോൾ ബട്ടൂരി ഒന്നും കറക്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചന മസാലയൊക്കെ ബാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലേക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് അത് മാറ്റി വെച്ച കാരണം പ്രത്യേകിച്ച് കൂടുതൽ പണികളൊന്നുമില്ല. അപ്പോൾ ഡോൺ രാവിലെ തന്നെ ലേക്ക് ഷോറിലേക്ക് പോയി, റിജോൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഡോണിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, സഹോദര തുല്യൻ തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ഓരോ ഭാഗങ്ങൾ നമ്മളുടെ പണി എന്നിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയി കഴിഞ്ഞാൽ ഞാനും ഡാഡിയും വീടും പരിസരവും നോക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഓസുകൾ നീളം കൂടുതലായപ്പോഴേ ബെൻഡായി. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് വെള്ളം വരുന്നില്ല. അപ്പോൾ ഡാഡി കണക്ടറുകൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കണക്ടർ ഇടയിൽ വയ്ക്കുക. അപ്പോൾ പിന്നെ ബെൻഡാവില്ലല്ലോ. അപ്പോൾ ഈ സൈഡാണ് നമ്മളുടെ ശരിക്കും സ്റ്റോർ പോലത്തെ സ്റ്റോറേജിൻ്റെ സ്ഥലം കേട്ടോ. കംപ്ലീറ്റ് അവിടെയാണ് കൊണ്ടുവന്ന് വെക്കുക, ഒക്കെ ബോക്സുകളിലാക്കിയിട്ട്. അപ്പോൾ നമുക്ക് അറിയാം ഇന്ന ബോക്സിൽ ഇന്നത് എന്നുണ്ട്. അങ്ങനെ ഈ ബോക്സുകളൊക്കെ അവിടെ മാറ്റി വെച്ച്, അപ്പോൾ ഇന്ന് അപ്പാപ്പൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ തന്നെ ഡാഡി ചെയ്യണ പണികൾ അതായിരുന്നു. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഇന്നലെ രാത്രിയിൽ വീഡിയോ എടുത്തതാണ് മറ്റേ അച്ചാറിൻ്റെ സംഭവം. നല്ല 3 തരം അച്ചാറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ അടുക്കളയിൽ ഡാഡി കട്ടൻ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലല്ലോ, ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ എന്താ പറയുക, മെഴുകുതിരിയൊക്കെ കത്തിച്ച് കുറച്ച് കട്ടനൊക്കെ കുടിച്ച് ഒരു റസ്കൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ. അപ്പോഴേക്ക് അപ്പാപ്പൻ ഈ മറ്റേ ഹാർഡ് ബോർഡ് കൊണ്ടുപോകാൻ വന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഈ പെട്ടികളോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പാപ്പൻ വന്ന് കൊണ്ടുപോയിക്കോളും. അപ്പോൾ അപ്പാപ്പനും ഈ പറഞ്ഞ പോലെ അവിടെ തിരഞ്ഞ് പിടിച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതല്ലേ, കട്ടിയുള്ളതല്ലേ, അതുകൊണ്ട് അതിനെന്തെങ്കിലും വില അവർക്ക് കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ അപ്പാപ്പനും അതൊരു ഗുണമായില്ലേ. അപ്പോൾ ഞാൻ ചാണകമൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കുട്ടികളെ എണീറ്റ് വരുമ്പോഴേക്കും ഒക്കെ ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ട്രിപ്പ് വാഷ് ചെയ്യാനിട്ടു. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ വാഷ് ചെയ്യാനും ഡിവൈനോട് ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുവന്ന് വാഷ് ചെയ്താൽ മതി എന്ന് പറയും. കാരണം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്, അലക്കി ഉണക്കാടുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഡാഡി അവിടുത്തെ സൈഡിലത്തെ മറ്റേ നനയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങേ സൈഡിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നനയും ഓസ് കട്ട് ചെയ്യലും കണക്ടർ പിടിപ്പിക്കലും ഒക്കെ ഒന്നിച്ചാവാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങേ വശത്തേക്ക് വന്നു. അപ്പോൾ ശരിക്കും ഇപ്പോൾ വീണ്ടും നനയ്ക്കേണ്ട ഒരവസ്ഥ വന്നു, കാരണം മഴ എന്ന് പറയണത് എപ്പോഴോ പോയി കഴിഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതൊക്കെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഇവരെ എണീറ്റ് വരുമ്പോഴേക്കൊക്കെ റെഡിയാക്കാൻ വെച്ചിട്ട് ഞാൻ ആ ബട്ടൂര പീസുകളാക്കി വറുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ചപ്പാത്തി അതേ വാങ്ങിയിട്ട് നിങ്ങൾ വറുത്ത് കഴിഞ്ഞാൽ നല്ല പൂരിയായിട്ട് കിട്ടും കേട്ടോ. ഇത് ബട്ടൂര പോലെയാണ്, മറ്റേത് ചപ്പാത്തി വറുത്താൽ നല്ല നൈസ് പൂരി പോലെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് ഞങ്ങൾ ആസ് യൂഷ്വൽ വർത്താനം പറയാനും വട്ടട്ടിരിക്കാനും ഒക്കെ ഇരുന്നു. കാരണം
പണികൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഡിംപിൾ ടൊമാറ്റോ റൈസ് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ എളുപ്പപ്പണിയാണല്ലോ. അതും ചിക്കൻ, നല്ല ബോണുള്ള ചിക്കൻ, ബാക്കി ഈ കക്കും കരളും എന്നൊക്കെ പറയില്ലേ, കഴുത്ത്, അങ്ങനത്തെ കഷ്ണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വെറുതെ കുത്തിപ്പൊടി ഇട്ടിട്ട് എടുത്താൽ മതി. പിന്നെ 3 തരം സൂപ്പർ അച്ചാറുകളാണ്, ഫിഷ്, പ്രോൺസ്, മീറ്റ്, ചിക്കൻ, അങ്ങനെ 3 തരം അച്ചാറുണ്ട്. അത് കറി പോലെയാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് നോക്കിയിട്ടില്ല, ഞാനങ്ങനെ ഇതൊന്നും കൂട്ടാത്ത കാരണം ഞാൻ നോക്കിയില്ല. അപ്പോൾ ഡിംപിൾ ടൊമാറ്റോ റൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളുള്ള കാരണം അവർക്ക് അവരുടേതായ കണ്ടമാനം പണികളുണ്ടാവും. ഇതിപ്പോൾ അതാ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഞാൻ പറഞ്ഞു ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു. ഇത് ഫ്രൈഡ് റൈസിൻ്റെ അരി ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി ഒരു ബ്രാൻഡ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ പറഞ്ഞു അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രാത്രിയിലേക്ക് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ 2 സെക്ഷൻ അലക്കി ഉണക്കിയത് ഉണങ്ങാനിട്ടേക്കാണ്. നല്ല വെയിലാണ്, ഉച്ച തിരിയുമ്പോഴേക്കും കംപ്ലീറ്റ് ഉണങ്ങും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചൊന്നും ഒതുക്കാൻ വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ ആ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി ഇനി വേണം ആയം പോലെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം എനിക്ക് ചീര കുറച്ചെടുത്തിട്ട് ഞാൻ വെറുതെ എണ്ണയൊന്നും അധികം ഉപയോഗിക്കേണ്ട സംഭവം ഒലിവ് ഓയിൽ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും എനിക്കെന്തോ ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല കേട്ടോ. നമ്മൾ ഏതോ ബിസ്മിന്നാന്ന് തോന്നുന്നുണ്ട്, ബൈ 1 get 1 ഫ്രീയിൽ കിട്ടിയിട്ട് 1 ലിറ്റർ ഫ്രീ. അപ്പോൾ ഞാൻ സംഭവം വാങ്ങിക്കലൊക്കെ ചെയ്തെങ്കിലും എനിക്കത് അങ്ങോട്ട് ഒരു നല്ലതാണത്, പക്ഷേ എനിക്ക് അത് ഇഷ്ടമല്ല അങ്ങനെ അങ്ങോട്ട് കഴിക്കാനായിട്ട്. നമുക്ക് ഓരോ ഇഷ്ടമുണ്ടല്ലോ, എന്നാലും ചില സമയത്തൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റ് കേർഡ് എടുത്തു. അപ്പോൾ ഒരു ബോട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബക്കറ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു. അടുത്ത ബക്കറ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഉള്ളിൽ ആ വെള്ളം തെളിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കുടിക്കാനായിട്ടൊരു നല്ലൊരു പുളിയൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് അത്. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ലഞ്ച്. കുറച്ച് ചീരുപ്പേരിയും ഒരു തുണ്ട് ചോറും പിന്നെ 2 പീസ് ചിക്കൻ ഞാൻ എടുത്തു. പിന്നെ നമ്മുടെ ടൊമാറ്റോ റൈസും അങ്ങനെ കുറച്ചെടുത്ത് കഴിച്ച്. അത് കഴിക്കാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ശരിക്കും 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് ആൻസനും മമ്മിയും കൂടി വന്നത്. പിന്നെ അവർ 4:30, 5 ആയിട്ട് പോയി കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്കും ഡാഡി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറയാറില്ലേ, ഞങ്ങൾ സന്ധ്യ നേരത്ത് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മയാണ്. കാരണം ഡോൺ വരില്ല, ഡോൺ റിജോൻ്റെ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ 2 ട്രിപ്പായിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഒന്നും കൊണ്ട് മരിച്ചോടത്തേക്ക് പോകാൻ ശരിയാവില്ല. കാരണം ഇപ്പോൾ അവരങ്ങനെയാണ്, അവർക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കുട്ടികളെയും കൊണ്ട് പോയിട്ട് ആകെ ഒരു ശല്യമാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനും ഡാഡിയും ഫസ്റ്റ് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് കണ്ടമാനം ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഡാഡിയും ഡൈനിങ് ടേബിളും വേണ്ടിട്ട് സാധാരണ ഇരിക്കുക. ആദ്യമൊക്കെ ബെഡ്റൂമിലായിരുന്നു, പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ ഡൈനിങ് ടേബിളുമേ. കാരണം കുട്ടികളൊപ്പം കട്ടുമ്പോൾ കയറിയിട്ട് ആ സ്വിച്ച് ബോർഡിൽ വരലിടുക, ആ AC യുടെ സ്വിച്ച് ഓഫ് ചെയ്യുക, ബഹളമാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ പ്രശ്നമല്ല. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അംഗം. ഇടി ഒരാളൊന്ന് തോണ്ടും മറ്റാളൊന്ന് അടിക്കും, ഈ നിലയ്ക്കാണ്. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ നിൻ്റെന്നില്ല. ഇപ്പോൾ ഇന്ന് ഡിംപിളുടെ ചാനലിൽ ഡിവൈൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും, ഏതോ ഒരു അലവലാതി എന്ന് തന്നെ പറയാം, ഒരു ബിജുകുമാർ എൻ്റെയിലും വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്, ഡിംപിളുടെയിലും വന്ന് ചെയ്യാറുണ്ട്. ഇവനൊന്നും വേറെ പണിയില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവൻ്റെയൊക്കെ വിചാരം ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഭയങ്കര സുഖമെന്നാണ്. പക്ഷെ മനസ്സിലാവണില്ല. ഒരാൾ ഇതുപോലെ പറഞ്ഞ ഒരാൾക്ക് ഇന്ന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവർ പണിയായിരുന്നു വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മാന്യത കാത്താൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ കാണിക്കുന്ന ഓരോ കൊച്ചു തെറ്റുകൾക്ക് തന്നെ പറയാം അനുഭവിക്കുന്നത് കുടുംബക്കാർ മൊത്തമാണ്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കുക, എൻ്റെ മോൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവനേക്കാൾ കൂടുതൽ എന്നെയും ഡിംപിളിനെയും ഡാഡീനെയാണ് ബാധിക്കുക, അല്ലേ? അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യവും അതാവും ചിലപ്പോൾ ഏറ്റവും മോശമായിട്ട് നിങ്ങളെ ലോകം അറിയപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു 3 വട്ടം ചിന്തിക്കുക. ഒരു കമൻ്റ് ഇടുമ്പോഴായാലും ഒരു കാര്യം ഒരാളോട് പറയുമ്പോഴായാലും എപ്പോഴും നമ്മൾ 3 വട്ടം ചിന്തിക്കുക. എനിക്കിത് പറയാൻ പാടും, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിച്ചാലുണ്ടല്ലോ നമ്മളുടെ എന്താ പറയുക, ഭൂമി സ്വർഗ്ഗമായിത്തീരും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മൂപ്പെളിമയില്ല, ഒന്നുമില്ല. എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ കുറേ അഹങ്കാരം, കുറേ അഹംഭാവം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണിപ്പോൾ ഞാൻ കണ്ടുവരുന്നത്. അല്ലാണ്ട് ഒരു മൂപ്പെളിമ, കാരണന്മാരെ അമ്മേന്ന് വിളിക്കുക, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നാളെ എന്നെ വിളിച്ചത് പൂതന, തള്ള എന്നൊക്കെ വിളിച്ചിട്ടാണ് സംബോധന ചെയ്യണത്.
അതിപ്പോൾ അവരുടെ കുറ്റമല്ല. അവർ വീട്ടിൽ വളരുന്ന സാഹചര്യം, അവരുടെ മാതാപിതാക്കൾ അവരെ തിരുത്താണ്ട് വളർത്തുമ്പോൾ ഇപ്പോഴേ ഞാൻ ഈ കുട്ടികളോട് പറയും, നിങ്ങൾ ചുണ്ടിന് താഴെ അവരെന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഒരൊറ്റ അടി കൊടുക്കുക. പക്ഷേ അനാവശ്യമായിട്ട് വെറുതെ അടിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ അവർക്ക് അടിയുടെ വില അറിയില്ല. അതേസമയം കാര്യം ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ അടി അടിച്ചാൽ മതി. ആ ഒരു വേദന എപ്പോഴും അവരുടെ അവർ ഓർക്കണം എന്ന് പറയും ഞാൻ. അപ്പോൾ അങ്ങനെ അടിച്ചു വളരാണ്ടും പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ളവരാണ് ഈ അസഭ്യം പറയണതും ഈ വേണ്ടാത്ത കാര്യങ്ങളും മറ്റുള്ളവരുടെ അടുക്കളയിൽ എത്തിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരാൾക്കും തിരുത്താൻ പറ്റില്ല. അതിനൊക്കെ ലീഗലി പോവുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഡിവൈൻ്റെ കാര്യത്തിൽ നിന്ന് കണ്ടമാനം പേരെന്നോട് പറഞ്ഞു എന്നോട് പ്രതികരിച്ചോളൂ എന്ന്. പക്ഷേ ഞാൻ എന്ത് പറയാനാണ് ഈ വിവരദോഷികളോടൊക്കെ. അപ്പോൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. എന്നിട്ടും ഇവൻ ഈ വീഡിയോ കണ്ടിട്ടും പിന്നെയും വന്ന് കമൻ്റ് ഇട്ടു. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് ആണുങ്ങൾ ഒരിക്കലും ചെയ്യില്ല. ഇതൊരു പെണ്ണാണ്. ആണുങ്ങൾക്കൊന്നും അങ്ങനത്തെ ഈ കുരുട്ടും കുശുമ്പുള്ള ആൾക്കാർ വളരെ കുറവാണ്. പക്ഷേ ഈ ഭർത്താക്കന്മാരുടെ പേര് അല്ലെങ്കിൽ മക്കളുടെ പേര് വെച്ചിട്ട് ഈ വേണ്ടാത്തരം പറയുമ്പോൾ അവരുടെ ഭാവിയും കൂടിയാണ് നശിക്കണേന്നുള്ള ഓർമ്മ അമ്മയ്ക്കായാലും എന്താ പറയുക പെങ്ങൾക്കായാലും ഉണ്ടാവണം കേട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. കുറേ പേരുണ്ട്, 2-3 പേരുണ്ട്. ഞാൻ കൂടുതൽ ആരുടെയും പേര് പറയുന്നില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം ആരാണ് എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മെയിനായിട്ട് കൊടുക്കുന്നവർക്ക് കറക്റ്റ് പണി ലീഗലി നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, നമ്മൾക്കും പ്രശ്നമില്ല, അവർക്കും പ്രശ്നമില്ല. നിയമം പോലെ അങ്ങോട്ട് പോവുകയും ചെയ്യും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കിടക്കാം. ഇതൊക്കെ നമ്മളുടെ സ്റ്റഡുകളാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, മൂക്കുത്തിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, കമ്മലായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നല്ല ഒക്കെ ഫുൾ വൈറ്റാണ് കേട്ടോ. ഫുൾ വൈറ്റാണ്. നമ്മളുടെ ഡയമണ്ട് ഫിനിഷിംഗ് ആണ്. കംപ്ലീറ്റ് AD സ്റ്റോൺസ് ആണ് കേട്ടോ. അങ്ങനെ കുറേ പാറ്റേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഡാഡി ഇത് ഇരുന്നിട്ട് ഇത് ഇടുകയാണ്. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഷോപ്പുകളിലേക്ക് അധികം കൊടുക്കാമെന്ന്. അപ്പോൾ ചില സമയത്ത് ഈ ഒരൊറ്റ ഷീറ്റ് അടക്കമാണ് കൊടുക്കുക. അപ്പോൾ ഇത്ര പാറ്റേൺ ഉണ്ടാവും. നമ്മളിപ്പോൾ ഞാൻ ഇന്നലെ ജ്യൂസ് വാങ്ങിച്ചത് അങ്ങനെയാണല്ലോ, പല പാറ്റേൺ മിക്സ് ചെയ്തിട്ട്. ഇത് നമ്മുടെ നവരത്നത്തിൻ്റെ സെക്കൻഡ് സ്റ്റഡാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റഡോ മൂക്കുത്തിയോ കമ്മലോ എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഡിവൈനോടും പറഞ്ഞു, നിറമുള്ള കുട്ടികളിട്ട ഇത് കാണാൻ നല്ല ഭംഗിയാണെന്ന്. ഇതിനധികം വാല്യൂ ഇല്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാനും ഡാഡി ഇരിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ പിള്ളേർസിൻ്റെ വട്ടമേശ സമ്മേളനം. ഞങ്ങൾ എപ്പോഴും നമ്മളെ വീടുകളിൽ എപ്പോഴും വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നേരമെങ്കിലും അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിങ്ങനെ വട്ടട്ടിരുന്ന് ചിരിയും കളിയും സന്തോഷവും അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോഴല്ലോ ആ കുടുംബം ഒരു സ്വർഗ്ഗമാവും. അതായത് എല്ലാവർക്കും എല്ലാതും അറിയണം. അല്ലാണ്ട് വേറൊരാളേക്കും ആണോ അങ്ങനെ ഉണ്ടായോ അതെപ്പോൾ ഒന്ന് ചോദിക്കാനുള്ള ഒരിട വരുത്തരുത്. അപ്പോൾ ഇത് പുതിയതാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് മാലകളാണ്. ഇത് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കണം. ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടിട്ടായിരുന്നു. കണ്ടമാനം കുട്ടികൾ ചോദിക്കുകയും വളരെ സിമ്പിളായിട്ട് നേരിയൊരു മാല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോൺ വിളിച്ച് പറഞ്ഞത്, മമ്മി വായോ, എന്നിട്ട് സെക്കൻഡ് ട്രിപ്പ് കുട്ടികളെ കൊണ്ടുവന്നു. അപ്പോൾ ഞാനും ഡാഡിയും കൂടിയിട്ട് ഇതാ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെ തോമോനെയും ചാക്കോനെയും കുളിയൊക്കെ കഴിച്ച് ഡിവൈൻ പറഞ്ഞു ഞാൻ ഉറക്കിക്കോളാം, പാച്ചുവിനെ ഡിമ്പിളും ഉറക്കിക്കോളാം. അപ്പോൾ ഞങ്ങൾ പോയി വരുമ്പോഴേക്കും അവർ 3 ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും ഡാഡി ഇവിടെ നിന്ന ഡോൺ അവരെ കൊണ്ടുപോയിക്കോളൂല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാനിങ്ങിലാണ്. കാരണം ചാക്കോച്ചനെ പുറത്തേക്ക് ഒട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവനെ ഒരു പുറത്ത് കൊണ്ടുപോയി വന്നു കഴിഞ്ഞാൽ അവന് തീരെ വയ്യ. പിന്നെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് നന്നായി ശ്രദ്ധിക്കണമെന്ന്. അതിപ്പോൾ തോമൂനായാലും പാച്ചുവിനായാലും മഞ്ഞുകാലം പോലെയല്ലേ, ഡിസംബർ മാസം അറിയാമല്ലോ, പ്രത്യേകിച്ച് ഈ സന്ധ്യ നേരത്ത്. അപ്പോൾ ഇത് തൊട്ടടുത്താട്ടോ നമ്മളുടെ സിഗ്നൽ കഴിഞ്ഞാൽ കടന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ആലൂക്കാസിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവിടെയാണ് റിജോ താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ജിപ്സി ഒറ്റ മോളാണല്ലോ. അപ്പോൾ 2 ഫ്ലാറ്റ് ഒന്നിച്ചെടുത്തിട്ട് ഇടയിലൊരു വാതിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ഡാഡിയും മമ്മിയും, ഒരു വശത്ത് റിജോയും ജിപ്സിയും 2 മക്കളും. അങ്ങനെയാണ് കേട്ടോ അവിടെ ഫ്ലാറ്റിൽ അവർ താമസിക്കുന്നത്. അപ്പം ഞാൻ പലവട്ടം പോയിട്ടുള്ള ഫ്ലാറ്റാണ്. അപ്പോൾ ഇത് മരിച്ചിട്ട് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. എന്നാലും എന്താ പറയുക, ഞാൻ പറയാറില്ലേ, മരണം നമ്മൾ അംഗീകരിക്കാണ്ട് പറ്റില്ലല്ലോ. പിന്നെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കാണാണ്ട് പോണേക്കാളും നല്ലത് മരിച്ചു പോകാമെന്ന് പറയും. നമ്മളൊരാളെ കാണാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സങ്കടമാണ്. തിരിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സത്യമാണ്. അപ്പം അങ്ങനെ അവിടെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വന്ന് കയറി ഡാഡി വേഗം ഭക്ഷണം കഴിച്ചു. അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡിവൈൻ്റെ വക. ഞാൻ പറഞ്ഞില്ല അരി കുറച്ചൊരു തുണ്ട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി. ടൊമാറ്റോ റൈസ് ബാക്കിയുണ്ട്.
അപ്പോൾ ഇന്ന് രാത്രി അങ്ങനെ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ജിപ്സിയുടെ അമ്മ, ജാൻസി എന്നാണ് പേര്. ഇവർ കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. കല്യാണം കഴിയുമ്പോഴൊക്കെ അവരവിടെ ആയിരുന്നു കേട്ടോ ഫാമിലി. പിന്നീട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് പിന്നെ മോൾക്ക് വയ്യാണ്ടായപ്പോൾ തൊട്ട് ഡാഡിയും മമ്മിയും ജിപ്സിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നത് ഈ ആൻറ്റിയും അങ്കിളും കൂടിയിട്ടാണ്. ആൻറ്റിയാണ് ഫുൾ ടൈം നോക്കിയിരുന്നത്. ഇനിയിപ്പോൾ ഭയങ്കര സങ്കടമാണ് ആ മോളുടെ കാര്യം. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാതും നമ്മൾ സഹിക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ മോൾക്കിപ്പോൾ 14 വയസ്സിന് മേലെ ആയിട്ടുണ്ട്, 14 വയസ്സൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു മോളാട്ടോ. അങ്ങനെ ഞങ്ങളുടെ എഗ് ഫ്രൈഡ് റൈസ്, അപ്പം ഞാനത് കഴിച്ചു. അത് കഴിഞ്ഞ് മറ്റേ ആൻസൻ്റെ അവിടുന്ന് ആസ് യൂഷ്വൽ സ്വീറ്റ്സാണ് കൊണ്ടുവന്നത്, ലഡു, ജിലേബി, പിന്നെ പേസ്ട്രി. അപ്പോൾ ഡിവൈൻ പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം നീ മാറ്റി പിടിച്ച് കൊണ്ടുവന്നോളൂന്ന്. അവർക്ക് ഇതും കുക്കീസൊക്കെയാണ് കേട്ടോ ആൻസൺ കൊണ്ടുവരാം. അപ്പോൾ അടുത്ത പ്രാവശ്യം നീ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടില്ലടാ, അപ്പോൾ വരുമ്പോൾ കൊണ്ടുവന്നത് ബാക്കിയായി, അപ്പോൾ ഇനി നീ വരുമ്പോൾ മാറ്റി പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിപ്പോൾ കുട്ടികൾ പോയേക്കാണ് കേട്ടോ. ഞാനപ്പോൾ വേഗം നേരത്തോടെ ഇത് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്ത് നാളേക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർ വരണതൊന്നും കാത്തു നിൽക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, എന്നാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ വന്ന കാരണമാണ് കേട്ടോ അത് ഫ്ലോ പോയത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ഞാനും വേഗം കിടന്നുറങ്ങട്ടെ കേട്ടോ. ഇപ്പം ഇന്ന് ഇത്തിരി വൈകി, എന്നാലും സാരമില്ല. അപ്പോൾ ബൈ.